ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൾത്താരയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും കയറ്റി നിർത്തിയ എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അലീന, ഇതെൻ്റെ ഹസ്ബൻഡ് എൽദോസ്, ഇത് ഞങ്ങളുടെ കുഞ്ഞ് നെയ്തൻ. നെയ്തൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവം എനിക്ക് തന്ന സമ്മാനമാണ് ഇവൻ. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യവും. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ മാതാവ് എനിക്ക് തന്ന വലിയൊരു ബ്ലെസ്സിങ് ആണ് എൻ്റെ കുഞ്ഞ്. അപ്പം എൻ്റെ പ്രഗ്നൻസിയിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് മിനിറ്റിൽ എൻ്റെ ഡേറ്റ് കഴിഞ്ഞാൽ ഇവൻ ഉണ്ടാവുന്നത് വെച്ചാൽ പെയിൻ വരുന്നില്ല, പെയിൻ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പെയിൻ വരുന്നില്ല. അപ്പോൾ കുഞ്ഞിനെ കിട്ടുമോ എന്നൊക്കെ ഡോക്ടറിന് സംശയം വന്നു. ഇവൻ വയറ്റിൽ മെക്കോണിയം പാസ് ചെയ്തൊക്കെ ചെയ്തിരുന്നു, പക്ഷെ ഒരു കുഴപ്പമില്ലാതെ ഹെൽത്തി ബേബി ആയിട്ടാണ് എനിക്കിവനെ കിട്ടിയത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അതാണ്. പരിശുദ്ധ അമ്മ എനിക്ക് തന്ന കുഞ്ഞാണിത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനിപ്പം ജർമ്മനിയിൽ സ്റ്റുഡൻ്റാണ്. എൻ്റെ ലീവിന് വന്നത് സാക്ഷ്യം പറയാമെന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം, ഈ ലീവിന് വന്നതിൻ്റെ. അപ്പം ആദ്യത്തെ എനിക്ക് ജർമ്മനി ചെന്നിട്ട് എനിക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ ചെന്നപ്പോൾ തൊട്ട് ജോലിക്ക് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പാർട്ട് ടൈം കിട്ടാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു. ജോലി കിട്ടും, പക്ഷേ ജോലി പോകും. എനിക്കൊരു 4-5 ജോബ് പാർട്ട് ടൈം കിട്ടി, പക്ഷേ എല്ലാം എനിക്ക് 1 മാസം 2 മാസം ജോലി ചെയ്യും, ആ ജോലി പോകും, വീണ്ടും ഞാൻ ഡിപ്രഷനിലോട്ട് പോകും. അങ്ങനെ എനിക്ക് ഒരു 1 ഇയർ കഴിഞ്ഞ് എൻ്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട സമയം വന്നു. ഇപ്പം ഒക്ടോബർ 14 എൻ്റെ വിസ തീരുവാണ്, എക്സ്പയർഡ് ആവുകയാണ്. അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചു. ദൈവമേ എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിന് മുമ്പിലൊരു വഴിയില്ല, ജോലി തരുന്നു, ജോലി പോവുകയും ചെയ്യുന്നു, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു. ഒരുപാട് വിഷമിച്ചു. ഇപ്പോൾ ഒക്ടോബർ 14 കഴിഞ്ഞു, എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, അവർക്ക് ഫിക്ഷണൽ വിസ കിട്ടുന്നുണ്ട്, 6 മന്ത്സിലേക്കും 1 ഇയറിലേക്കൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് ഒത്തിരി വിഷമമായി, എൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ലല്ലോ ഈശോയെ എന്ന് ഈശോയോട് ഒത്തിരി പരാതി പറഞ്ഞു ഞാൻ ആ സമയത്ത്. എന്നിട്ട് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യും, മീൻസ് വിസ എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യുന്നത് ഒക്ടോബർ 17 വിസയ്ക്ക് എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പം എനിക്ക് യാതൊരു ഹോപ്പും ഇല്ല, കാരണം എൻ്റെ കയ്യിലൊരു ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രൂഫോ ഒന്നുമില്ല. ജർമ്മനിയുടെ ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 13 lakhs നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിളാണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രം നമുക്ക് ജർമ്മനിയിൽ പിന്നെ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു പ്രൂഫില്ല, എനിക്കൊരു പാർട്ട് ടൈം ജോബില്ല, സാലറി സ്ലിപ്പില്ല. അപ്പം ഞാൻ വെറുതെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുവാണ്. എൻ്റെ ആകെയുള്ള പ്രതീക്ഷ ഉടമ്പടിയാണ്, മാതാവ് എന്നെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് മാത്രമാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കറിയില്ല, മാതാവ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം, ഞാൻ അപ്ലൈ ചെയ്യുവാന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഞാൻ വിസ എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്തു. ഒക്ടോബർ 17 ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. എനിക്ക് യാതൊരു ഹോപ്പും ഇല്ല, ഞാൻ പോസ്റ്റ് ബോക്സ് നോക്കാറില്ല എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോ അറ്റ്ലീസ്റ്റ് ഒരു 6 months എനിക്ക് എക്സ്റ്റൻഷൻ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് മറ്റൊരു ജോബിന് ട്രൈ ചെയ്യാമായിരുന്നല്ലോ. എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വയ്യ, എനിക്ക് എഡ്യൂക്കേഷൻ ലോണുണ്ട്, എനിക്കെല്ലാം അതൊക്കെ റീപേ ചെയ്യണം, ഞാൻ എന്ത് ചെയ്യും എന്ന് വിഷമിച്ചു. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 27 മമ്മി ഒരുപാട് പ്രാർത്ഥിക്കുന്ന മമ്മിയാണ്. മമ്മി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുവാണ്, നീ ഒന്ന് പോയി നോക്ക്, പോസ്റ്റ് ബോക്സിൽ എന്തെങ്കിലും വന്നോ നോക്ക്, നമുക്കറിയാമല്ലോ എന്ന്. അപ്പം ഞാനിങ്ങനെ വെറുതെ പോയി നോക്കും. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചത്, എനിക്കൊരു 6 monthsലേക്ക് എൻ്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണം, എനിക്കിവിടെ ഒന്ന് നിൽക്കാൻ പറ്റണം എന്നാണ്. ഞാൻ ചെന്നു, പോസ്റ്റ് ബോക്സിൽ നോക്കുവാണ്, യാതൊരു ഹോപ്പും ഇല്ല. ഞാൻ പോയി പോസ്റ്റ് ബോക്സ് തുറന്നു, എനിക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പം എൻ്റെ വിസ 2 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. 2027 ഡിസംബർ വരെ എനിക്ക് വിസ എക്സ്റ്റെൻഡ് ആയി കിട്ടിയേക്കുവാണ്. യാതൊരു ഡോക്യുമെൻറ്റ്സോ യാതൊരു പ്രൂഫോ ഒന്നും ഇല്ലാതെ ജർമ്മനിയിൽ എനിക്ക് വിസ എക്സ്റ്റെൻഡ് ആയി കിട്ടി. അതാണ് എൻ്റെ സാക്ഷ്യം, രണ്ടാമത്തെ സാക്ഷ്യം. അടുത്തതെന്ന് പറയുന്നത്, ഞാൻ വീണ്ടും ഒരു പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ എനിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്ത്, എൻ്റെ ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസൊന്നും അത്ര പോരാ, ഞാൻ കമ്മ്യൂണിക്കേഷനൊന്നും അത്ര പോരാ. പക്ഷെ എനിക്ക് ഒരു ബവേറിയൻ റെസ്റ്റോറൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഫുൾ ജർമ്മൻസ് ആണ്, ഇന്ത്യൻ എന്ന് പറയാൻ ആരുമില്ല, അങ്ങനെ നമ്മുടെ ലാംഗ്വേജ് പറയുന്ന ആരുമില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് എനിക്ക് പാർട്ട് ടൈം ജോബ് കിട്ടി. ഞാൻ അവിടെ ചെന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാഷണാലിറ്റി പോലും അല്ലാഞ്ഞിട്ടും അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ എനിക്കൊരു ജോബ് തന്ന് പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് പറയാനുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ അവർ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോഴേക്കും പ്രാർത്ഥിക്കും. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ, ഞാൻ ഡേറ്റ് വെച്ച് ചോദിച്ചാൽ അഥവാ ഡേറ്റ് തന്നെ അവർക്ക് ആ ബ്ലെസ്സിങ്സ് അവർക്ക് കൊടുക്കും, പരിശുദ്ധ അമ്മ അത് അവർക്ക് ചെയ്തു കൊടുക്കും. അവർക്കതുകൊണ്ട് കൃപാസന മാതാവിന് ഭയങ്കര വിശ്വാസമാണ്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളും എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന വളർച്ച എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബൈബിൾ വായിക്കുന്നത് മുടക്കാറില്ല. 1/2 മണിക്കൂർ എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരു സാഹചര്യം. ഫോണിലാണെങ്കിൽ പോലും ബൈബിൾ വായിച്ചിട്ട് ഞാൻ കിടക്കാറുണ്ടായിരുന്നുള്ളൂ.
അതുപോലെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഒരുപാട് വലിയ ഫിനാൻഷ്യൽ ഹെൽപ്പൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഓർഫനേജസിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം മേടിച്ചുകൊണ്ട് വിതരണം ചെയ്യും. പിന്നെ യൂട്യൂബിലെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ഡെയിലി പ്രയറും പിന്നെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് പറ്റുന്നവരോടൊക്കെ ഞാൻ കൃപാസന മാതാവിനെ കുറിച്ച് പറയാറുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളവിടെ പോകണം, പരിശുദ്ധ അമ്മ ഹെൽപ്പ് ചെയ്യും എല്ലാവരോടും പറയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ആരെ കണ്ടാലും അത് ഏത് മീൻസ് ക്രിസ്ത്യൻസ് അല്ല നോൺ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരോട് എനിക്ക് ധൈര്യത്തോടെ പറയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് പരിശുദ്ധ അമ്മ എന്നെ അതിന് സഹായിക്കുന്നുണ്ട്. പിന്നെ ഉടമ്പടി ധ്യാനം ഞാൻ മുടക്കാറില്ല. എല്ലാ ചൊവ്വാഴ്ചകളിലും ഉടമ്പടി ധ്യാനം ഞാൻ മുടങ്ങാതെ കൂടാറുണ്ട്. ഒരു ധ്യാനം പോലും ഞാൻ മുടക്കിയിട്ടില്ല. അത് ആ ആഴ്ചയിൽ തന്നെ വെച്ചാൽ ബുധനാഴ്ച അതിനുള്ളിൽ ഞാൻ ആ ധ്യാനം കൂടി തീർക്കും. അതിനെനിക്ക് സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിര സാക്ഷിയായിട്ട് ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 46 അധ്യായം 10 തിരുവചനം. എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും, എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ആദിയിലെ ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി. പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കണം എന്ന് അവിടുന്ന് ചില കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. എങ്കിലും നാം വളരെയധികം തകർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില ഓപ്ഷനുകൾ നമുക്കായി നൽകും. നീയാണ് ഉടമ്പടി പാലിക്കേണ്ടതെന്നും നീയാണ് വിശ്വസ്തയായിരിക്കേണ്ടതെന്ന് എന്നുള്ള ചില നിർദ്ദേശങ്ങൾ അവിടുന്ന് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം പറയുന്നത്, എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും, എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റും. അത് ഇതൊരു ബൈലാറ്ററൽ അഗ്രിമെൻ്റ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കണം. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് നമുക്കിവിടെ ഏറ്റുപറയാൻ സാധിക്കും. അലീന ബെന്നി എന്ന ഈ ദമ്പതികൾ തൻ്റെ കുഞ്ഞിന് വേണ്ടി പറഞ്ഞ ഒരു വലിയ സാക്ഷ്യമാണിത്. പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ മൂലം അമ്മയല്ലെങ്കിൽ കുഞ്ഞ് ജീവനോടെ ഇരിക്കും എന്നുള്ള ഒരു വലിയ സങ്കടത്തിലാണ് ഇവർ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കാതെ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ്റെ ആ സമയത്ത് പോലും സെക്ഷനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുവാനും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അവർക്ക് ദൈവം നൽകി അനുഗ്രഹിച്ചതിനാണ് ആദ്യം അവർ നന്ദി പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എത്ര വലിയ ജീവിത പ്രശ്നങ്ങളായാലും അമ്മ അത് കൈകാര്യം ചെയ്യുകയും ഈശോ ഉടൻ പരിഹാരം നൽകുകയും ചെയ്യുന്നതിന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ കുഞ്ഞിന് അവർ പേരിട്ടിരിക്കുന്നത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്, നെയ്തൻ. നമുക്കൊരു നാഥാൻ പ്രവാചകൻ്റെ ഒരു നല്ല പേരാണ്. ഈശോയ്ക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ ഇവർക്ക് കിട്ടിയ അലീനയ്ക്ക് കിട്ടിയ വലിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പറയുകയാണ്. ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഈ മകൾക്ക് ഒരു ഡോക്യുമെൻ്റ് കയ്യിലില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, അതിനാവശ്യമായ ഒരു പ്രൂഫില്ല, ഇതൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ളത് ആകെ ഉടമ്പടി മാത്രം. അതാണ് അലീനയ്ക്ക് ഇവിടെ ഏറ്റുപറയാനുള്ളത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഉടമ്പടി അടിസ്ഥാനത്തിൽ ഇന്ന് ഈ മകൾക്ക് അൾത്താരയിൽ നിൽക്കാൻ സാധിക്കുന്നത്. എൻ്റെ വിസ ഒരു 6 മാസത്തേക്ക് നീട്ടിത്തരണം, എനിക്കൊരു പാർട്ട് ടൈം ജോലി തരണം എന്നെല്ലാം പറഞ്ഞ് ഈ മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്കും തനിക്ക് തന്നെയും പരിശുദ്ധ അമ്മ വാരിക്കോരി അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിന് ഒരൊറ്റ കാരണം ആ ഉദ്ദേശം നിറവേറ്റുന്നത് കൊണ്ടാണ്. ഉടമ്പടി കൃത്യമായി പാലിക്കുന്നതാണ്. ഉടമ്പടിയിൽ കൃത്യമായി നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ അലീന പറഞ്ഞതുപോലെ പരിചയമില്ലാത്തൊരു വ്യക്തി സ്വർഗ്ഗദൂതനായി പാളയത്തിനു ചുറ്റും തമ്പടിക്കുന്നത് പോലെ ഈ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് ഇടപെട്ടുകൊണ്ട് ഈ മകൾക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പാർട്ട് ടൈം ജോലി നൽകാനും അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് മനോഹരമായി ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും എപ്പോഴും പരിശുദ്ധ അമ്മയെ ഏറ്റുപറയാനും ഈശോ തന്നിൽ രൂപപ്പെടുന്നതും മറ്റുള്ളവർക്ക് കൈമാറുവാനുള്ള കൃപ ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നു. നമുക്കെപ്പോഴും ഉടമ്പടിയിലായിരിക്കാം, നമ്മുടെ ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം. അതാണ് ഉടമ്പടി ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ കർത്തവ്യം നമുക്ക് നിർവഹിക്കാനുള്ളത്. ഈശോ ഇവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.